Next is a problem. Let T from R5 to R7. R5 to R7 is a linear transformation. Find the dimension of the kernel of T when the dimension of the range is 2. So previously നമ്മളൊരു റിസൾട്ട് ഒരു തിയറം പഠിച്ചു. റാങ്ക് പ്ലസ് നള്ളിറ്റി ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി എന്ന് പഠിച്ചു. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ find the dimension of the kernel of T. Dimension of the kernel of T means ഇതാണ് വേണ്ടത് നമുക്ക്. ഓക്കെ, when the dimension of the range in the 2 ആണല്ലോ, അതായത് ഇത് 2 ആണ്. അപ്പോൾ 2 പ്ലസ് വാട്ട് ഇസ് ഡയമെൻഷൻ ഓഫ് വി എന്താ 5. R5 to R7 ആയിട്ട്, അപ്പോൾ 5 ആയിരിക്കും. സോ നള്ളിറ്റി എത്രയാണ്? therefore nullity is equal to 5 minus 2, 3 ആയിരിക്കും. ഓക്കെ, the second part of find the rank of T when the nullity is 4. അപ്പോൾ റാങ്ക് അറിയില്ല, റാങ്ക് പ്ലസ് നള്ളിറ്റി 4 is equal to dimension 5. അപ്പോൾ റാങ്ക് എത്രയാ? സോ റാങ്ക് ഇസ് 1. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഓഫ് സി പാർട്ട്. ഫൈൻഡ് ദ റാങ്ക് ഓഫ് ടി വെൻ കേർണൽ ഓഫ് ടി ഈസ് എം ടി, 0 ഓൺലി. അപ്പം റാങ്ക് പ്ലസ് നള്ളിറ്റി എത്രയാ? കേർണൽ 0 അല്ലേ, അപ്പം നള്ളിറ്റി 0, 5. അപ്പം എത്രയാ? 5 ആയിരിക്കും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ നമുക്ക് മെട്രിക്സസ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷന് മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്കിവിടെ ഒരു തിയറം പറയുന്നുണ്ട്. ഇതാക്കണ്ട തിയറം 6.10 സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഫോർ എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ലെറ്റ് T from Rn to Rm a linear transformation such that the standard basis vectors ei ആണ് സ്റ്റാൻഡേർഡ് ബേസിസ് വെക്ടർ. ഇത് സ്റ്റാൻഡേർഡ് ബേസ് ഉണ്ടല്ലോ, 1 0 0 0 1 0 എക്സെട്ര. അപ്പം ടി ഓഫ് E1 കണ്ടുപിടിക്കുക, അത് ഫസ്റ്റ് കോളം, ടി ഓഫ് E2 സെക്കൻഡ് കോളം, എക്സെട്ര ടി ഓഫ് En ലാസ്റ്റ് കോളം. അപ്പം നമുക്ക് ടി ഓഫ് എന്താണ് ഒരു മെട്രിക്സ് എ എഴുതാൻ പറ്റും. എ ഈസ് A11, അതായത് ഫസ്റ്റ് കോളം, ദിസ് ഇസ് ആദ്യത്തെ കോളം, ഇത് സെക്കൻഡ് കോളം, ഇത് ലാസ്റ്റ് കോളം. ഓക്കെ, അങ്ങനെ ഒരു ടൈപ്പിലൊരു മെട്രിക്സ് എഴുതാം. ആൻഡ് ദിസ് എ ഈസ് ആൻ എം ബൈ എൻ മെട്രിക്സ്. ഓക്കെ, എം ബൈ എൻ മെട്രിക്സ്, ടി ഓഫ് വി ഈസ് ഈക്വൽ ടു എ വി സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക്സ് ആണ്. ആൻഡ് ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് ടി. അപ്പം നമ്മുടെ എപ്പോഴും കോയിഫിഷ്യൻ മെട്രിക്സ് എ നമ്മൾ എഴുതി കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കോയിഫിഷ്യൻ മെട്രിക്സ് എ തന്നെയാണ് സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഓഫ് ദി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഓരോ എന്താണ് സ്റ്റാൻഡേർഡ് ബേസിസിൻ്റെ ഓരോ കോളംസ് ആയിട്ട് നമ്മൾ എഴുതുക, ഇമേജസ് കണ്ടുപിടിക്കുക, എന്നിട്ട് മെട്രിക്സ് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫൈൻഡ് a standard matrix of the linear transformation T from R3 to R2 defined by T of x comma y comma z is x minus 2y comma 2x plus y. So ഇതുപോലെ ഡെഫിനിഷൻ ഉണ്ടാവും. So we have to find the standard matrix. അപ്പോൾ അതിനു വേണ്ടി R3 നിന്ന് R2 ഡെഫിനിഷൻ ഇതാണ്. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ് E1 E2 E3 എഴുതണം. ഓക്കെ, ബിക്കോസ് R3 ആൻഡ് വാട്ട് ഇസ് E1 1 0 0. നമ്മുടെ സെക്കൻഡ് കോളം എന്താ? 0 1 0. സ്റ്റാൻഡേർഡ് ബേസിസ് അറിയാലോ, ഐഡന്റിറ്റി മെട്രിക്സിന്റെ കോളംസ്. നെക്സ്റ്റ് 0 0 1. അപ്പോൾ ഇത് മൂന്നും നമുക്ക് എഴുതാം. ടി ഓഫ് 1 0 0 എന്താ? x1 y0, അപ്പോൾ 1. 2x ആകുമ്പോൾ 2 വരും, 1 2. ഓക്കെ, നെക്സ്റ്റ് 0 1 0 കൊടുത്താലോ, x0 y1 z0, അപ്പോൾ -2. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇതിൽ. അപ്പം x0 y1 അപ്പോൾ 1. നെക്സ്റ്റ് x0 y0 z1, അപ്പോൾ ഇതിൽ മൊത്തത്തിൽ 0 ആയ 0 0. ഓക്കെ, അപ്പം ഈ ഇമേജസ് കിട്ടിയതിന് നമ്മൾ കോളം വൈസ് എഴുതിയാൽ therefore മെട്രിക്സ് ഓഫ് സ്റ്റാൻഡേർഡ് മെട്രിക്സ് എന്തായിരിക്കും? ഫസ്റ്റ് 1 1 2 എഴുതുക, ഫസ്റ്റ് കോളം, ദെൻ matrix. In the matrix of the linear